ഇതെന്തിങ്ങനെയൊക്കെ? ഇതാണ് അതിന്റെ ഒരു രീതി. മൊത്തം വരിഞ്ഞു കെട്ടിക്കോ. വായിൽ മാത്രം തുണി തരരുത്. ഉമ്മ വയ്ക്കാൻ പറ്റില്ല. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. അയ്യോ പെട്ട് പെട്ട്. സിഗ്നൽ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ ചേട്ടൻ്റെ പരിപാടി? ഞാനിവിടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കാറ്റൊക്കെ. ചേട്ടനേതാ? ഞാനാ അപ്പുറത്തുള്ളവര്. ജോയിച്ചേട്ടന്റെ പുതിയ വീട്ടിലെ താമസക്കാരൻ. അതന്നെ. ഇതങ്ങോട്ട് വെച്ചങ്ങോട്ട് പടക്കൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ നിൽക്കുവാ അല്ലേ? വാ വാ വാ. അല്ല നമ്മൾ ഈ രാത്രിയില് വീട്ടിൽ കയറി നാട്ടുകാരൊക്കെ വിളിച്ചുണർത്തുന്നത് ശരിയാണ്. അതൊന്നും പ്രശ്നമില്ല ചേട്ടാ. അയ്യോ കത്തിക്കല്ലേ ശബ്ദ മലിനീകരണം. ഒന്ന് പോയട്ടാ. ഫസ്റ്റ് വാണിംഗ്. കെട്ടഴിക്ക്. അതാ കരോളുകാരാണ്. ഞാൻ നോക്കിട്ട് പോലെ കെട്ടഴിക്ക് പോലെ. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു വൈതലിനാ. കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. നമ്മുടെ ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു. ദൈവമേ സുര. കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ ചേട്ടാ അത് പുള്ളിക്കാരുടെ ഭർത്താവാ. ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാ. ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തേ കാണിക്കുന്നത്? കയ്യിന്ന് വിടറോ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ഒന്ന് ചെറ്റതര കാണിക്കുന്നോടാ നാറി. അയ്യോ ഓടി വാടാ. അയ്യോ ഒന്ന് വാടാ ചെറുക്ക. എവിടെ പോയി കിടക്കുന്നു? പിടിച്ചു മാറ്റടാ. ഒന്ന് വന്ന് രക്ഷിക്കടാ. വജ്രാസിൽ പ്രാണാസനം കയറ്റി ഒരു സാധനം ചെയ്താടാ. പ്രതീക്ഷ പോലെ അങ്ങോട്ട് ഒത്തില്ല. എങ്ങനെ അയച്ചെടുക്കാനാണ്? നൂഡിൽസ് പോലെ അമ്മേ. അമ്മാവനിത് എവിടെ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കി. അതറിയാമെങ്കിൽ ഞാൻ ഈ പടാപ്പാട് പെടൂടാ. ഇന്ന് വായിട്ടളിക്കാത്ത എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് വലിച്ചു നോക്കണേ. ഒരു മിനിറ്റ് ഞാൻ പോരാ. നീ ഇതെവിടെ പോ? ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കാം. എടാ നാറി വന്നിട്ട് ഈ കെട്ടൊന്ന് അഴിക്കാൻ നോക്കടാ. പിടിക്കണം. ഞാനൊന്ന് അഴിച്ചെടുക്കട്ടെ. ഉരുട്ടിക്കളിക്കണ. നേരെ പിടിച്ച് വലിക്കടാ അങ്ങോട്ട്. അയ്യോ എന്തു പറ്റി? നാട്ടുകാരൊക്കെ ഓടിക്കൂടന്ന്. എന്തേലുമൊക്കെ ഒന്ന് കാണിക്കടാ. അയ്യോ ഇതെന്താ ഇങ്ങനെ? അതൊരു ആസനം മാറിപ്പോയതല്ലേ മാമ? എന്ത്? യോഗാസനത്തിൽ ഒരു പുതിയ ആസനം കണ്ടുപിടിക്കാൻ നോക്കി. അപ്പൊ ആസനം കാണാനില്ല. ഒന്ന് റിവ്യൂ പറയാണ്ട് വലിച്ചുരടാ പന്നി. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇപ്പൊ തൃശ്ശൂർ റൗണ്ട് പോലെയല്ല. അവിടെ ഒന്ന് പിടിക്കരുത്. പെൺകൊച്ച നിക്കാണ്. അമ്മാ മാമന് കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒന്ന് അഴിച്ചെടുക്കായിരുന്നു. വാ പോക്ക്. അത് എങ്ങനെങ്ങാണ്ട് കൊണ്ടിരുത്താം. എന്ത് കാര്യത്തിൽ കുട്ടിയതാ. ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. ഡ്രസ്സ് വാഷ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു കരച്ചിൽ കേട്ടത് അമ്മാവന്റെ. പേടിക്കണ്ട മോളെ. പല കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ. ഇതൊക്കെ ഇവിടെ പതിവാ. അമ്മാവൻ എന്തിന്റെ കേടായിരുന്നു? വെറുതെ ആളവനൊക്കെ എടുത്താണ്. മോളുടെ പേരെന്താന്ന് പറഞ്ഞേ?
രാധിക. വിളിച്ചാൽ വിളിപ്പുറത്ത് ഒരാളുണ്ടാവുന്ന എന്തുകൊണ്ട് നല്ലതാ. അതെ, ഞാനും മോനും കൂടി ഇങ്ങനെ കുറേ ആസനങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരാൻ ആളുള്ളതല്ലോ. നിങ്ങളിവിടെ പുതിയ താമസക്കാരല്ലേ? അതെ. ഇവിടെ കുറേ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഒച്ചയും ബഹളം കേട്ടപ്പോൾ മനസ്സിലായി പുതിയ ഏതോ താമസക്കാർ വന്നിട്ടുണ്ടെന്ന്. നിങ്ങളിത് വാങ്ങിയതാണോ? ഏയ് അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഈ വീട്ടിലെ ആൾക്കാരൊക്കെയോ? ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ആരെയും. ഒരിക്കൽ ഹരിദ്വാറിലൊരു യാത്ര പോയതാ. അവിടെ വെച്ചൊരു സ്വാമീനെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞതാ പുള്ളിയുടെ ഒരു വീട് ഒഴിഞ്ഞിടപ്പെട്ടെന്ന്. അങ്ങനെ വന്നതാ. കുറച്ചു കാലം ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അതെ, ഞാനും മോനും കൂടി കുറച്ചാൾ യോഗ മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓ സോറി, പരിചയപ്പെടുത്താൻ പറഞ്ഞു. ബൈ ദ ബൈ, ഐ എം മനു ആൻഡ് ദിസ് ഇസ് പുഷ്പാങ്കതൻ. രാധികയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മാമയും പിന്നെ ശരി, ഇന്ന് പിന്നെ കാണാം. എടാ വായി നോക്കി നിൽക്കാണ്ട് എന്നെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവെക്കടാ. അതിനാരും ആയി നോക്കി. ഓ ആ പറടാ. എന്താണ് മോനെ പരിപാടികള്? നന്നായ ഒന്ന് പോടാ, എന്ത് പരിപാടി? അങ്ങേ രാവിലെ തന്നെ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് കോച്ച് വിളിച്ച് കിടപ്പുണ്ട്. ഇപ്പം കുക്കിങ്ങിലാണ്, മേക്കിങ് കഞ്ഞി. എടാ ഞാൻ വിളിച്ചതേ, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. നിനക്കെന്തെങ്കിലും വേണോ? പൊന്നു മോനെ, തുള്ളി മദ്യം കിട്ടൂ. ഇന്നത് കൊണ്ടുവന്നത് നീയാണ് എൻ്റെ ദൈവം. എടാ നിന്റെ അമ്മാവനെ അവിടെ അല്ലേ? നീ സാധനങ്ങൾ എത്തിക്കാൻ നോക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം. ഓക്കേടാ. എടാ ഞാൻ അവിടെ എത്താനേ ഒരു 2 മണിക്കൂർ എടുക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? കുറച്ച് സേർട്ട് വാങ്ങിച്ചോ, സ്റ്റോക്ക് തീർന്നു. എടാ നിനക്ക് ലഹരി അല്ലാതെ വേറൊന്നും വേണ്ടേ? കഴിക്കാൻ വല്ലതും വേണോ? ലഹരിയാണ് മോനെ ഇവിടെ ഏക ആശ്വാസം. ഓക്കേടാ. ഗൂഗിൾ മാപ്പ് മൂഞ്ചിച്ചളിയാ. നീ ഇപ്പം എവിടെയാ? ഞാനൊരു ട്രാൻസ്ഫോമറിന്റെ അടുത്താക്കണ്. ആ അതന്നെ അതന്നെ, ആ വഴി തന്നെ. നീ വാ. ആ ശരി. എടാ നീയാകെ ചടച്ചല്ലോടാ. മനസ്സിനൊരു സുഖം വേണ്ടളിയാ. സുഖം നീ അത് വിടറാ. ചേട്ടാ എന്തിനാടാ ഈ പഴയതൊക്കെ ആലോചിച്ചിട്ട് വെറുതെ എങ്ങനെ? എടാ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടളിയാ. അവന്മാർ 3-4 ക്യാമറയൊക്കെ വെച്ച് എല്ലാ ആംഗിലും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നു കാലന്മാർ. ഇന്നത്തെയും കൂട്ടിയിട്ട് 1256 കമന്റ്. അതൊക്കെ നീ കറക്റ്റായിട്ട് എണ്ണി വെച്ചിട്ടുണ്ടല്ലേ? വെറുതെ ഒരു ടൈം പാസ്. ചേട്ടാ എനിക്കതല്ല, ഈ അമ്മാവനെ കൊണ്ടാണ് ഈ തൊരക്കിട്. മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വല്ല സാമ്യവും. നീ ആ സാധനം എടുക്ക്. ഏയ് അതൊന്നുമില്ല. ഒരു മിനിറ്റ് മറന്നു. ആത്മാവിന് പോകാം. ഓക്കെ ശരി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ആവശ്യങ്ങളേ ഉള്ളൂ.